ആയിരത്തി 1945 ഓഗസ്റ്റ് 6 ശാന്തമായ ആകാശവും തെളിച്ചമുള്ള പുലർവേളയുമായിരുന്നു ഹിരോഷിമയിൽ. പുലർച്ചെ 2:45 എനോളഗെ എന്ന അമേരിക്കൻ ബോംബർ വിമാനം മരണദൂതുമായി ടിനിയൻ ദ്വീപിൽ നിന്നും പറന്നുയർന്നതെന്നും പാവം ഹിരോഷിമ നിവാസികൾ അറിഞ്ഞില്ല. ജപ്പാൻ സമയം രാവിലെ 8:15 ഹിരോഷിമയുടെ ആകാശത്തിലെത്തിയ വിമാനത്തിൽ നിന്നും ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് നഗരത്തിൽ വീണുപൊട്ടി. 20,000 ടൺ TNT സ്ഫോടകശേഷിയുള്ള ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ്. ഒന്നര ലക്ഷത്തോളം മനുഷ്യരെ നിമിഷാർദ്ധം കൊണ്ട് അമേരിക്ക ചുട്ടുചാമ്പലാക്കി. 12.5 കിലോമീറ്റർ ചുറ്റളവിൽ അഗ്നിതാണ്ഡവമാടി. ജനങ്ങൾ ഈയാംപാറ്റകളെപ്പോലെ ചാമ്പലായി. ഹിരോഷിമയിലെ ഒഹായോ നദിയിലെ ജലം തിളച്ചുമറിഞ്ഞു. രക്ഷപ്പെടാനായി നദിയിലേക്ക് ചാടിയവർ വെന്തുവെണ്ണീറായി. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. 1.5 ലക്ഷത്തോളം പേർ നിമിഷാർദ്ധം കൊണ്ട് മരിച്ചു. ഹിരോഷിമയുടെ നടുക്കം തീരും മുൻപേ അമേരിക്കയുടെ ബോസ്കാർ എന്ന കൊലയാളി വിമാനം ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബുമായി വീണ്ടും ജപ്പാനിലെ ആകാശത്തിലെത്തി. ആറ്റം ബോംബിൻ്റെ ഇരയാവാനുള്ള വിധി ഇത്തവണ നാഗസാക്കിക്കായിരുന്നു. ജപ്പാൻ സമയം രാവിലെ 11:02 22,000 ടൺ TNT സ്ഫോടകശേഷിയുള്ള ഫാറ്റ്മാൻ്റെ സംഹാര താണ്ഡവത്തിൽ 39,000 പേർ തൽക്ഷണം മരിച്ചു. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിൻ്റെ ദുരന്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. ഈ ജനങ്ങളെ ഹിബാകുഷ എന്നാണ് വിളിക്കുന്നത്. ഗുരുതരമായ പരിക്കേറ്റവരും മാരക രോഗങ്ങളും ജനിതക വൈകല്യങ്ങളും അടക്കമുള്ള തലമുറകളോളം നീളുന്ന തീരാ ശാപവുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുമൊക്കെ ഇതിൽപ്പെടുന്നു. ഉരുട്ടി കണ്ണീരോടെയല്ലാതെ സഡാക്കോ സസാക്കി എന്ന ഹിരോഷിമക്കാരി പെൺകുട്ടിയെ ഓർക്കാനാവില്ല. നാടിനെ തീ വിഴുങ്ങുമ്പോൾ അവൾക്ക് 2 വയസ്സ്. അന്ന് ജീവൻ തിരിച്ചു കൊടുത്തെങ്കിലും രക്താർബുദം സമ്മാനിച്ചാണ് അണുവികിരണങ്ങൾ മടങ്ങിയത്. പക്ഷേ അതു തിരിച്ചറിഞ്ഞത് 12ാം വയസ്സിൽ സ്കൂൾ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്ന സഡാക്കോ കുഴഞ്ഞു വീണപ്പോൾ മാത്രം. ആയിരം കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ മനസ്സിൽ ആഗ്രഹിക്കുന്നതെന്തും നടക്കുമെന്ന് ജപ്പാനിലെ വിശ്വാസം. സുഖവിവരം തിരക്കിയെത്തിയ ചിസുക്കോ ഹമോമോട്ടോ എന്ന കൂട്ടുകാരിയാണ് സഡാക്കോയെ ഈ കാര്യം അറിയിച്ചത്. ആദ്യം കടലാസ് കൊക്കിനെ ചിസുക്കോ സമ്മാനിച്ചു. അന്നു മുതൽ സഡാക്കോ പ്രതീക്ഷയുടെ കൊക്കുകളെ നിർമ്മിച്ചു തുടങ്ങി. 1000 തികയ്ക്കാൻ അവൾക്കായില്ല. കൊക്കുകളുടെ എണ്ണം 644 തികഞ്ഞ രാത്രി അവൾ ഉറങ്ങി. പിന്നെ ഉണർന്നില്ല. സംസ്കാരത്തിന് മുൻപ് കൂട്ടുകാർ ചേർന്ന് ബാക്കി കൊക്കുകളെ നിർമ്മിച്ചു. അവയെ സഡാക്കയ്ക്കൊപ്പം അടക്കം ചെയ്തു.
ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടലാസ് കൊക്കുകൾ ഹിരോഷിമയിലേക്ക് പറക്കുന്നു, സമാധാനത്തിൻ്റെ ദൂതുമായി.